ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെന്നൈ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് ബ്ലോഗാണ്. എൻ്റെ ജിമ്മൂസിൻ്റെ കൂടെ കുറേ വീഡിയോ ഞാൻ മുന്നേ ഉള്ള യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കോപ്പി റൈറ്റിംഗ് ആയപ്പോൾ നല്ല നല്ല ഓർമ്മകളുള്ള വീഡിയോസാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ അത് ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കര സങ്കടമാണ്. ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. ഓക്കെ, പക്ഷേ അതുപോലെയുള്ള കുറച്ച് നല്ല വീഡിയോസ് കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹം കൊണ്ട് ഞാൻ ജിമ്മൂസിനെ വീണ്ടും ഇറക്കിയിട്ടുണ്ട് കളത്തിലേക്ക്. അപ്പോൾ ജിമ്മൂസിൻ്റെ കൂടെ നല്ല നല്ല കുറച്ച് വീഡിയോസ് ഇനി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. കാരണം അവൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ടൈം പോകുന്ന അറിയത്തില്ല. അത്രയ്ക്കും സന്തോഷകരമായ നിമിഷങ്ങളാണ്, അത് പറയാതെ വയ്യ. ഈശ്വര പ്രാണനിൽ സ്നേഹിക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഈ ജീവജാലങ്ങളെ ഒന്ന് സ്നേഹിച്ച് നോക്ക്, അവരത് തിരിച്ചു തരും. പക്ഷെ മനുഷ്യരുണ്ടല്ലോ, അത് നിമിഷം കഴിയുമ്പോൾ അവർ മറക്കുകയും ചെയ്യും. കാര്യം കാണുന്നവരെ അവർ നമ്മളെ കൂടെ നിൽക്കും. വീട്ടിലൊരു പെറ്റുള്ളത് തന്നെ അതിനെ സ്നേഹിക്കുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ അത് വന്നതിന് ശേഷം എനിക്ക് എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അതായത് ജിമ്മു വീട്ടിൽ കയറി വന്നത് ചെന്നൈയിൽ ഞാൻ വന്നതിന് ശേഷമാണ്. അവനിപ്പോൾ ഒരു 11 വർഷമായിട്ട് ഞങ്ങളെ കൂടെയുണ്ട്. ഈ 11 വർഷവും അവനെ വിട്ടിട്ട് പുറത്തെവിടെയെങ്കിലും പോകാനോ ഒക്കെ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് എവിടെ പോയാലും അവൻ്റെ ഭക്ഷണം കാര്യങ്ങൾ അതാണ് ചിന്ത. അവനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പാവം അത് ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ, തിരിച്ചു വരുമ്പോൾ അയ്യോ പാവം അത് കുറേ നേരമായിട്ട് നമ്മളെ കാണാതിരിക്കുകയല്ലേ, ഇങ്ങനെയൊക്കെ ചിന്തിക്കും ഞാൻ. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്ന അയ്യോ ഇതോടുകൂടെ മതി, ഇനിയൊരു ഡോഗ് മേടിക്കുക ഒന്നും വേണ്ട എന്ന് പറയും. പക്ഷേ ഇതിനെയൊക്കെ പിന്നെയും കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടെ മേടിച്ചാലോ എന്ന് പോലും ചിന്തിക്കുന്ന ചില സമയങ്ങളുണ്ട്. അത്രയ്ക്ക് സമയം പോകുന്നത് അറിയില്ല. മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. നായികളെയും വളർത്ത് പൂച്ചകളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് അതൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ ഇന്ന് നല്ല അതുപോലെയുള്ള നല്ല സൂപ്പർ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഈവനിങ് സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ സമോസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ എനിക്കിഷ്ടമാണ്, പക്ഷേ എനിക്ക് കഴിക്കാൻ വലിയ താല്പര്യമില്ല. കാരണം ഇപ്പം ഇതുപോലെയുള്ള മസാലകളൊന്നും എനിക്ക് അത്ര പിടിക്കത്തില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാം ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ റൂഫിൽ വന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ വീട്ടിലുള്ള ഒരു ഇടം എന്ന് പറയുന്നത് റൂഫാണ്. കാരണം അത്രയും മനോഹരമാക്കാൻ ഞാൻ എത്രത്തോളം മനോഹരമാക്കാവോ അത്രത്തോളം ഞാൻ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പേസിലാണ് നമ്മുടെ ജിമ്മൂസിൻ്റെ ലോകം എന്ന് പറയുന്നത്. ഇത് ജിമ്മു വേൾഡാണ് കേട്ടോ, ജിമ്മൂസിൻ്റെ സ്ഥലമാണ്, അവന് കളിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അതുപോലെ എനിക്കിഷ്ടമുള്ള ഒരു ഏരിയയും കൂടെയാണ്. അപ്പോൾ ശരിക്ക് നമുക്ക് എന്താ പറയുക, കുറേ നേരം ഇരിക്കാനും നടക്കാനും ഒക്കെ ഒരുപാട് സ്പേസ് ഉള്ള ഒരു സ്ഥലം. നമ്മളൊക്കെ പണ്ടുള്ള വീട്ടുമുറ്റം പോലെയാണ് ഞാൻ എൻ്റെ റൂഫിനെ കാണുന്നത് കേട്ടോ, അത്രയും സ്പേസ് ഉണ്ട്. നമ്മളെ ജിമ്മൂസ് വന്നു. പണ്ടൊക്കെ ആണെങ്കിൽ ജിമ്മൂസിനോട് എത്ര ഓടിപ്പിച്ചാലും അവൻ പിന്നെ വന്നിങ്ങനെ തട്ടിയിട്ട് പോകത്തേ ഉള്ളൂ. ഇപ്പം അവൻ കടിക്കുന്നുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് അവന് മസ്തി കൂടിയിട്ടാണെന്ന് തോന്നുന്നു. അവൻ്റെ പല്ല് എനിക്ക് കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ അവനോടുള്ള ഓട്ടം കുറച്ച് നിർത്തി. കാരണം അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കളിരസം കൊണ്ടാണെന്ന് തോന്നുന്നു എന്നെ നല്ലോണം മാന്തവും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവനിപ്പം നല്ലോണം നഖമുണ്ട്, അപ്പം അതുകൊണ്ട് തന്നെ ദേഹത്തൊക്കെ കയറുമ്പോൾ നല്ലോണം മുറിയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഓടിക്കളിച്ച് കഴിഞ്ഞാൽ മിക്കവാറും പിന്നെ അവൻ എന്നെ കടിക്കുമോ അല്ലെങ്കിൽ നഖം കൊള്ളുമോ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചു ഞാൻ ആ പരിപാടി നിർത്തി. അവൻ ആ തുണി നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പതുക്കെ അവനെ പറ്റിച്ചിട്ട് ഇങ്ങോട്ട് മാറാൻ നിന്നപ്പോൾ അവൻ എൻ്റെ പുറകെ വന്ന് എന്നെ പിടിച്ച് എനിക്ക് നല്ലോണം കൊണ്ടു. ശരിക്കും അവൻ്റെ പല്ല് കൊള്ളുന്നുണ്ട്. ഇവൻ ശരിക്കും പറഞ്ഞാൽ മസ്തി പിടിച്ചിട്ട് ഇപ്പോൾ കടിക്കുന്ന രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ കടിയല്ലത്, അത് ആ സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ആ തുണി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് അവനുള്ളത്. ഞാൻ കൂടെ നിന്നാലേ ചെയ്യുള്ളൂ, അല്ലെങ്കിലില്ല. ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ അതുകൊണ്ട് അവൻ എൻ്റെ ദേഹത്ത് കയറി നിന്ന്, നല്ല ഐഡിയ കേട്ടോ, നല്ല ബുദ്ധിയാണ്. എൻ്റെ ദേഹത്ത് കയറി നിന്നാൽ അവൻ ഒന്നുകൂടെ എത്തും. അതിന് വേണ്ടിയാണ് എൻ്റെ ദേഹത്ത്. പക്ഷെ അവൻ്റെ നഖം എനിക്ക് നല്ലോണം കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് മാറ്റി പിടിച്ചു. കണ്ടോ, അവൻ എൻ്റെ ദേഹത്ത് കയറി നിന്ന് എടുക്കാനുള്ള എളുപ്പ വഴിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല ബുദ്ധി കേട്ടോ, പറയാതെ വയ്യ. ശരിക്കും പറഞ്ഞാൽ 28 ദിവസം ഉള്ളപ്പോൾ ഞങ്ങളെ കൂടെ വന്നാണ്. ശരിക്ക് പണ്ടൊക്കെ എന്താ വെച്ചാൽ ജർമ്മൻ ഷെപ്പേർഡ് എന്നൊക്കെ പറയുമ്പോൾ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന പറഞ്ഞു, ഭയങ്കര ഇംഗ്ലീഷായിരുന്നു അവൻ്റെ അടുത്ത്. വന്ന് നമ്മൾ മലയാളം സംസാരിക്കുന്നത് കേട്ടപ്പം ഇപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞതിനേക്കാളും നല്ലത് ഇങ്ങോട്ട് വാടാ അങ്ങോട്ട് പോടാ ഇരിയടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നല്ല അനുസരണയുള്ള കുട്ടിയാണ്. മലയാളി കുട്ടി.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ആയിട്ടുള്ള ചാടിക്കണം ശരിക്കും. അത് ആയിട്ടുള്ള ഒരു എക്സസൈസാണ്. ശരീരം ഇങ്ങനെ തിന്ന് ഇങ്ങനെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അസുഖം വരും. ശരീരം ശരിക്ക് നല്ലോണം ഇതാവണം. അവൻ പക്ഷേ തളർന്നാലും അവൻ ചെയ്യും കേട്ടോ. ഭയങ്കരമായിട്ട് അവൻ അത് എടുക്കാനുള്ള വാശിയും ഒക്കെ ഭയങ്കരമാണ് അവന്. അത് പരിശ്രമിക്കുന്നുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കും കഷ്ടം തോന്നി, കാരണം ഭയങ്കര ഉയരമായിപ്പോയി. അവന് ദേഷ്യം വരുന്നുണ്ട് എൻ്റെ അടുത്ത്. കുറച്ച് കാലമായിട്ടാണ് അവൻ്റെ കൂടെ വന്ന് കളിക്കുന്നത്. എനിക്ക് ഹെൽത്തിലി പ്രോബ്ലം വന്നതിന് ശേഷമാണ് ഞാൻ കുറച്ച് നിർത്തിയത്. പക്ഷേ എപ്പോഴും ഡെയിലി ഈവനിങ് ഒക്കെ വരുന്ന സമയത്ത് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഡെയിലി ആ ഒരു സമയമാകുമ്പോൾ ജിമ്മിൽ റെഡി ആയിട്ട് നിൽക്കും, നമ്മൾ വരുന്നോ നോക്കി കളിക്കാനൊക്കെ ആയിട്ട്. എങ്ങനെയായാലും അവൻ ആ ടവല് കിട്ടി, അതും കൊണ്ടുള്ള പോക്കാണ്. അത് ആയിട്ടുള്ള പിടിച്ചു വലി. സത്യം പറഞ്ഞാൽ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. ഒരു സാധനം അവർ പിടിച്ചു കഴിഞ്ഞാൽ അത് വിടില്ല അവർ. കാരണം അത് നമ്മളെ സ്നേഹത്തോടെ പറയുമ്പോഴും അടിക്കോടാ എന്നൊക്കെ പറയുമ്പോൾ അവൻ വിടുമായിരിക്കും. പക്ഷേ ഇത് ശരിക്കും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പുറത്തുനിന്നൊക്കെ ഒരാൾക്കാർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പിടുത്തം പിടിച്ചാൽ ഇതൊന്നും വിടത്തില്ല. അതുമാതിരിയാണ് അവറ്റകൾ പിടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വാശി ഭയങ്കരമാണ്. അതെല്ലാ ജർമ്മൻ ഷെപ്പേർഡുകളും അങ്ങനെ തന്നെയാണ്. ഇവനെ പിന്നെ ഞാൻ കൂടുതൽ അങ്ങ് ജമ്പ് ചെയ്യിക്കാനും പിടിക്കാനൊന്നും ഞാൻ ഇത് കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അവന് ശരിക്കും പറഞ്ഞാൽ എന്ത് പഠിപ്പിക്കുന്നോ അതാണ് അവരുടെ ആ ഒരു ഇതെന്ന് പറയുന്നത്. ഇത് ഞാനിങ്ങനെ എപ്പോഴും ചെയ്യിക്കുന്നതുകൊണ്ട് അവന് കറക്റ്റായിട്ട് അറിയാം. എൻ്റെ ദേഹത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ അവന് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. അതിനാണ് എൻ്റെ ദേഹത്ത് കയറാൻ വേണ്ടി അവനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എത്ര തളർന്നാലും ശരി അവൻ അത് എടുത്തിട്ടേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു അവന് കുറച്ച് എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാമെന്ന്. അതാകുമ്പോൾ അവൻ കുറച്ച് ശ്രമിക്കട്ടെ എന്ന് വിചാരിച്ചു. അവൻ തളർന്നു വരുന്നുണ്ട്, പക്ഷെ അവനും കുറച്ച് ആരോഗ്യമൊക്കെ ആവട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നല്ല ഏജ് ആയിട്ടുണ്ട്, 11 വർഷമായി. സാധാരണ ഇവരുടെ ഒരു ലൈഫ് കാലഘട്ടം എന്ന് പറയുന്നത് 13 വർഷം അല്ലെങ്കിൽ 15 ശരിക്കും പറഞ്ഞാൽ അസുഖങ്ങളൊന്നും വരാതെ ആ ഒരു നല്ല രീതിയിൽ അങ്ങ് പോയാൽ നല്ല കാര്യം. അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ അതാണ് ഞാനത് ശരിക്കും അവന് ആ ഒരു ചെറിയൊരു സ്പേസിൽ അവന് കുറച്ചൊന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവൻ നല്ലോണം ചെയ്യുന്നുണ്ടോ. അത് വിട്ടുകൊടുക്കത്തില്ല. അവന് ഭയങ്കരമാണ് ഒരു എന്താ പറയുക, അത് എടുക്കുന്ന വരെ അവൻ തളർന്നുണ്ട്. അതാണ് അവൻ കുറച്ച് നേരമൊക്കെ നിൽക്കുന്നത്. അപ്പം ഞാനൊന്ന് താത്തി കൊടുത്തു അവൻ എടുക്കാൻ വേണ്ടിയിട്ട്. കഷ്ടമല്ല അത് എടുത്തിട്ട് ആ ഒരു ഇതിൽ ഭയങ്കര വെരി ഗുഡ് ബോയ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ എന്തോ നേടിയ പോലെ പോകുന്നുണ്ട്. പിന്നെ ഇതുപോലെ പിടിച്ച് വലിച്ച് ഒരു ദിവസം എനിക്ക് പണി കിട്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെ പിടിച്ച് വലിച്ചപ്പോൾ അവനെന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ ടവലിൻ്റെ അറ്റത്ത് അവൻ കടിച്ചിട്ടുണ്ടാവും. അത് പതുക്കെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് ഒരു ദിവസം എനിക്ക് കൈ കയറിയ ഒരു കടിയും കിട്ടിയായിരുന്നു. അപ്പോൾ കുറച്ച് നീളമുള്ളൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പോഴാ ഇത്ര ഉള്ളൂ, തളർന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വലിച്ചത്. പക്ഷേ എന്നെയൊക്കെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. അത്ര ശക്തിയാണ് അവന്. അതിപ്പോഴും ഉണ്ട്. അവൻ്റെ അടുത്ത് കുറച്ച് ഗുസ്തി കളിച്ച് കഴിഞ്ഞാലൊന്നും എത്തത്തില്ല. പക്ഷേ ഇപ്പം തളർന്നുകൊണ്ടാണ് ഞാൻ വലിക്കുമ്പോൾ ഇങ്ങോട്ട് പോരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അവൻ്റെ കൂടെ കുറച്ച് നേരം ഇതുപോലെ ഓടിക്കഴിഞ്ഞാൽ നമ്മളെ ഹെൽത്ത് നന്നാവും. പിന്നെ നമുക്ക് എന്തെങ്കിലും എന്താ പറയുക, എന്ത് വിഷമമുണ്ടോ എന്തെങ്കിലും ഉണ്ടോ എല്ലാം മാറും. കാരണം കുറച്ച് നേരം അവനുമായിട്ടുള്ള ആ ഒരു നേരത്തെ കളി എന്ന് വെച്ചാൽ ഇതാണ്. കാരണം ടവൽ പിടിച്ച് വലിച്ച് എൻ്റെ അടുത്തുള്ള ആ മേളം കണ്ടോ. ഞാൻ അവൻ്റെ അടുത്ത് വിടെന്ന് പറഞ്ഞാൽ അവൻ വിടില്ല. അത് എന്നിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഭയങ്കര സങ്കടത്തോടെയാണ് നോക്കുന്നത്. എന്തിനാ പിടിക്കുന്നേ, ടവലിങ് തന്നേരെ, ഞാൻ കളിച്ചോട്ടെ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള നോട്ടമാണ് അവൻ്റെ. പക്ഷെ വഴക്ക് പറഞ്ഞിട്ട് വിടറാ എന്നൊക്കെ പറഞ്ഞാൽ അവൻ പെട്ടെന്ന് വിടും. അല്ലെങ്കിൽ അതാ ഇതുപോലെ തലയിൽ ഇങ്ങനെ ചൊറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പതുക്കെ അവനങ്ങ് വിടും. പിന്നെ അവന് ഭയങ്കര സ്നേഹമൊക്കെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ കാലം എപ്പോഴും വൈകുന്നേരം വന്ന് ഞാൻ അവൻ്റെ കൂടെ കളിക്കുന്നതാണ്. ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ അങ്ങനെ നിൽക്കാറില്ല. പക്ഷെ ഇന്ന് അവൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ അവൻ്റെ കൂടെ കുറേ നേരം ഒത്തിരി സമയം ഞാൻ അവനുമായിട്ട് സ്പെൻഡ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അവൻ നല്ല ടയേർഡായിട്ടുണ്ട്. 2-3 ചാട്ടം ചാടിയപ്പോൾ തന്നെ അവന് വയ്യ. പക്ഷേ ഞാൻ ഇന്ന് കുറേ കാലത്തിന് ശേഷം അവൻ്റെ അടുത്ത് വന്നപ്പോൾ അവനത് എൻ്റെ കൂടെയുള്ള ആ കളിയൊന്നും നിർത്താൻ പറ്റാത്ത അവൻ എൻ്റെ കൂടെ തന്നെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറേ കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും ഒന്ന് പോയി അങ്ങ് കിടക്കും കേട്ടോ. അത്രയ്ക്ക് അതിന് വയ്യാണ്ടായിട്ടുണ്ട്.
എന്നോട് ദേഷ്യമായിട്ടുണ്ട് കേട്ടോ. എന്നെ നോക്കുന്ന നോട്ടം കാണും. പണ്ടൊക്കെ ആണെങ്കിൽ എൻ്റെ കണ്ണുകളിൽ അങ്ങനെ നോക്കത്തില്ല. ഞാൻ എന്നിട്ട് എപ്പോഴും സങ്കടം പറയായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ്. ഹസ്ബൻഡും എൻ്റെ മോളോടാണ് ഒന്നുകൂടെ, അതായത് അവളെ കളിക്കൂട്ടുകാരി എന്നുള്ളൊരു ഭയങ്കര ഇതാണ്. അവൾ എപ്പോഴും അവളെ കൂടെയാണല്ലോ. അവൾ മുകളിലാണ് ഉള്ളത്, അവളെ റൂം മുകളിലാണ്. അവൾക്ക് എപ്പോഴും ഒരു കാവലായിട്ട് ഇങ്ങനെ ഈ റൂഫിൽ ഇങ്ങനെ ഇവിടെ അവളെ റൂമിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കും. അപ്പം എപ്പോഴും അവൾ ഉണ്ടെങ്കിൽ പിന്നെ അവൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്നെ നോക്കിക്കോ എന്നുള്ള രീതിയിലാണ് അവളടുത്ത് അവൻ്റെ ബിഹേവ് എങ്ങനെയാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇവരെയൊക്കെ സ്നേഹിച്ച് കഴിഞ്ഞാണ്ടല്ലോ തിരിച്ചായിട്ടുകൾ തരുന്നതില്ലേ, നമുക്കൊക്കെ എന്താ പറയുക, നമ്മളെ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ അവർ നമുക്ക് തരും. അത്രയ്ക്ക് മൃഗങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ കൊടുക്കുന്ന സ്നേഹം തിരിച്ചു തരുന്ന ഒരേ ഒരു ഇതുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ അവൻ ആ 2 തോർത്തും കൂടെ കൂട്ടിപ്പിടിച്ചു. പിന്നെ അവൻ പിടിച്ചു വലിയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ വെച്ച മണി പ്ലാന്റും ആ ഒരു ഇരുമ്പിൻ്റെ ഇതെല്ലാം കൂടെ മറിഞ്ഞടിച്ച് വീഴുമെന്ന്. പിന്നെ ഞാൻ മോളെ വിളിച്ചതിന് ശേഷമാണ് അവനെ ഒന്ന് ഇറങ്ങിച്ചത്. എന്തായാലും അവനത് കൊടുത്തപ്പോൾ ഒരു സമാധാനമായി. ഞാൻ മണി പ്ലാന്റ് ഒരു സമയത്ത് ഇങ്ങനെ പടർത്തി വിട്ടതാണ്. അങ്ങനെ നന്നായിട്ട് പടർന്നു വന്നിട്ടുണ്ട്. പക്ഷെ ഫുള്ളായിട്ടില്ല. ഫുള്ളാവുമ്പോഴേ അതിൻ്റെ ഭംഗി വരത്തുള്ളൂ. എപ്പോഴും അതിനെ കെയർ ചെയ്താൽ മാത്രമേ അത് നല്ല രീതിയിൽ വരത്തുള്ളൂ. ഇപ്പോഴത്തെ ശക്തിയായ മഴയും കാറ്റും ഒക്കെ വന്ന സമയത്ത്, അത് ഭയങ്കരമായിട്ടൊരു കാറ്റ് നടന്ന സമയത്ത് ആ വെച്ച പോട്ടെല്ലാം കൂടെ താഴെ വീണ് അതിൻ്റെ വേരൊക്കെ ഇളകി എല്ലാം ഉണങ്ങിപ്പോയായിരുന്നു. ഇപ്പോൾ ഉണങ്ങിയ ഇലയുണ്ട്. ഇപ്പോൾ ഒന്ന് പൊടിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ ഇങ്ങനെ ഇതായിട്ട് കൊടുത്തിരിക്കുകയാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളുടെ വെള്ളം പൈപ്പില്ലേ, അതായത് നമ്മൾ നനയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പ് ലീക്കായതിന് ശേഷം, അത് അവിടെ ഇവിടെയൊക്കെ ലീക്കായതിന് ശേഷം ഞാൻ എടുത്തു വച്ചിരുന്നു. അതിൽ ഞാൻ ഈ ഗ്രീൻ നെറ്റ്, ആർട്ടിഫിഷ്യൽ നെറ്റ് ഉണ്ടല്ലോ, അത് ചുറ്റിയെടുത്തിട്ട് അതിൻ്റെ മേലെയായി പടർത്തി കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഭംഗിയായിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നല്ല അതേപോലെ ഈ ഒരു ഷീറ്റൊക്കെ ഉള്ളതുകൊണ്ട്, നല്ല ചൂടുള്ളത് മണി പ്ലാന്റ് ഇത്രയും നന്നായി വരുമെന്നും പ്രതീക്ഷിച്ചില്ല. അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എപ്പോഴും ഞാൻ അവിടെ തൂത്ത് വൃത്തിയാക്കും. കാരണം ജിമ്മുവിന് കിടക്കേണ്ട സ്ഥലമായതുകൊണ്ട് എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കും. പിന്നെ എക്സസൈസ് ചെയ്യാനുള്ളത് 2ഉം ഇവിടെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അത് ഞാൻ മടക്കി വെച്ചിരിക്കാൻ, ആവശ്യമുള്ളപ്പോൾ ഇറക്കി വിടുകയുള്ളൂ. അങ്ങനെ സൈക്ലിങ്ങും ത്രെഡ്മില്ലും എല്ലാം ഇവിടെ ആണുള്ളത്. ശരിക്കും പറഞ്ഞാൽ വൈകുന്നേര സമയങ്ങളിൽ വന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ വീട്ടിൻ്റെ അകത്ത് വെച്ച് എല്ലാവരും ചെയ്യുന്നു പറഞ്ഞാൽ അത് അങ്ങനെ ഇരിക്കും, ആരും ഒന്നും ചെയ്യത്തില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെയാണ് അത് യൂസ് ചെയ്യുന്നത്. കുറച്ച് നേരം എല്ലാവരും ചെയ്യും, അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കണക്കാം. അതൊക്കെയാണ് അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ബിസി ഉള്ള ഒരു ഇതിൽ ഓരോ ദിവസം വിചാരിക്കും വർക്കൗട്ട് ചെയ്യണം, അങ്ങനെയാണ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ. പക്ഷെ പല സമയങ്ങളിലും നമ്മൾ മടിയും, ചില സമയങ്ങളിൽ രാത്രി ഉറക്കം ശരിയാകാത്ത സമയങ്ങളിലൊക്കെ ആകുമ്പോൾ ലേറ്റാവും. അങ്ങനെ പല കാര്യങ്ങളും മുന്നോട്ട്. പക്ഷേ നമ്മൾ തുടർച്ചയായിട്ട് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഹെൽത്ത് നമ്മൾ നല്ല സ്മാർട്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വല്ലാതിരുന്ന് ഞാൻ ഇപ്പം ഒന്ന് ഓക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം കുറേ ജോലി ഇതുപോലെ പെൻഡിങ് ആയിട്ട് കിടക്കും, നല്ല വൃത്തിയാക്കി എല്ലാം വെച്ച്. അത് സന്തോഷം കേട്ടോ. ഇതിങ്ങനെ വൃത്തിയായിട്ട് കിടക്കുമ്പോൾ ഒരു ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അത് ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ സൈഡും കൂടെ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈഡ് വന്ന് അതെല്ലാം ക്ലീൻ ചെയ്ത്, അതിൻ്റെ ഇടയിൽ ജിമ്മൂസ് എവിടെയോ പോയി കേട്ടോ. ജിമ്മൂസ് നല്ല തളർന്നടിച്ച് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക അവിടെ ആ സൈഡിൽ. അപ്പോൾ ഇവിടെയും കുറച്ച് ജോലി എനിക്കുണ്ട്, ഇനിയും ഉണ്ട് കുറച്ചൊന്ന് സെറ്റ് ചെയ്യാനൊക്കെ. കുറേ ജില്ലിക്കല്ലുണ്ടായിരുന്നു, അത് വെച്ച് ഞാനിങ്ങനെ ഡെക്കറേഷൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം കുറേ ജോലിക്ക് വേണ്ടി എടുത്തു കഴിഞ്ഞു. പിന്നെ ഞാനിവിടെ കുറേ ചെടി വെച്ചിട്ടുണ്ട്, കുറച്ച് വെയിലിലൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ ഒരു വെറുതെ ഉണ്ടായിരുന്ന പാവയ്ക്ക അങ്ങനെ ഇട്ടതാണ്, അതവിടെ പൊടിച്ചു. ഞാനത് ശ്രദ്ധിക്കാറ് പോലുമില്ല. പക്ഷെ അത് നമ്മൾ എന്ത് കാര്യം ശ്രദ്ധിക്കുന്നില്ലോ അത് നന്നായിട്ട് പടർന്നു വരും. നമ്മൾ വേണം എന്ന് വെച്ച് നട്ട് കഴിഞ്ഞാൽ അത് ഉണ്ടാവത്തുമില്ല. അപ്പോൾ ഇത് സ്പൈഡർ ചെടിയും
ഒക്കെ ആയിട്ട് കുറേ ആയിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് ഒക്കെ ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ ഒരേ ചെടി തന്നെയാണ് ഞാൻ പല ചട്ടികളിലും നടുന്നത്. പക്ഷേ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് കാണുമ്പോൾ ഒരു രസം, ഒരു പച്ചപ്പ്, അത് കാണുമ്പോൾ ഒരു സന്തോഷം മനസ്സിന്. വെറുതെ ഉള്ളെടുത്ത് കുറേ ചെടി ഇങ്ങനെ വളർന്ന് കിടക്കുമ്പോൾ രസമല്ലേ, ഒരു സന്തോഷം, മനസ്സിനൊരു സന്തോഷമാണ്. ഗാർഡനിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, എന്തൊക്കെയോ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളുടെ സാഹചര്യം അനുസരിച്ച് നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ചെയ്തു വരുമ്പോഴത്തേക്കായിരിക്കും എന്തെങ്കിലുമൊക്കെ വരിക. അപ്പോൾ ഇതൊന്നും നനയ്ക്കാൻ പോലും ആളില്ലാത്തൊരവസ്ഥയിൽ വീട്ടിലേക്ക് ചിലപ്പോൾ സിറ്റുവേഷൻ വരും. അപ്പോൾ അതിലേക്ക് എന്തിനാ വെറുതെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് എല്ലാം ഉണക്കാൻ വേണ്ടിയാണോ എന്ന് ചിന്തിക്കും. അങ്ങനെയൊക്കെ വന്ന് എനിക്ക് കുറേ ഇൻട്രസ്റ്റ് ഇപ്പം വന്ന് അതിലേക്ക് ആ ഒരു ഇതെല്ലാം മടുത്തു ശരിക്കും. എന്നാലും ഇപ്പം ഉള്ള ചട്ടിയിലൊക്കെ ഞാനിങ്ങനെ ഉള്ളത് തന്നെ വെച്ചാണ് ഇങ്ങനെ ആയിട്ടുള്ളത്. എന്തായാലും അതിൽ ഡെയിലി ഒരു ഈവനിങ് ഒരു ജോലിയാണ് നനയ്ക്കൽ എന്നുള്ളത്. രാവിലെയും പോയി ഒന്ന് നനച്ച് വിടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ചൂടിൽ ചില സമയത്ത് നല്ല വെയിലായിരിക്കും, ചില സമയത്ത് നല്ല മഴ സമയമാണെങ്കിൽ നമുക്ക് നോക്കേ വേണ്ട, നല്ല അടിപൊളിയായിട്ട് ചെടികളെല്ലാം വളർന്നു വരും. അപ്പോൾ ആ ഒരു ജോലിയിലാണ് ഞാനിപ്പോൾ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടുന്ന് പതുക്കെ താഴോട്ടേക്ക് പോകും. കുറച്ച് സമയമാണ് ഞാൻ ഈവനിങ് ഒരു 1.5 മണിക്കൂർ ഞാൻ എപ്പോഴും മുകളിൽ വന്നിരിക്കാറുണ്ട്. പിന്നെ രാവിലെ വാഷിംഗ് മെഷീനിൽ തുണിയും കാര്യങ്ങളൊക്കെ ഇടുന്നതുകൊണ്ട് കുറച്ച് നേരം രാവിലെ വന്നിരിക്കും. കുറേ കാലം കുറേ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് നന്നായിട്ട് വരും, ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയൊന്നും വരാറില്ല. ചിലപ്പോൾ അതോടുകൂടെ എനിക്ക് മടുക്കുകയും ചെയ്യും. എനിക്ക് തോന്നുന്ന പോലെയൊക്കെയാണ്. ഇപ്പം ഞാൻ വെറുതെ കൊണ്ടിട്ട പാവയ്ക്കാണ് ഇപ്പോൾ പൊടിച്ചിരിക്കുന്നത്. ഇവിടെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ മഴയും കാറ്റും ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഈ ഒരു മണി പ്ലാന്റ് ആണ് ഒന്ന് ഡാമേജ് ആയത്. ഇത് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ ഹാങ്ങിങ് ഇട്ടിട്ടുണ്ട്. ഇവിടെ കുറച്ചും കൂടെ എനിക്ക് കുറച്ച് ഭംഗിയാക്കാനുണ്ട്. എന്തൊക്കെയോ പ്ലാൻ ഉണ്ട് മനസ്സിൽ, പക്ഷേ അത് ചില സമയങ്ങളിൽ അത് ചെയ്യണമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ നടക്കാറില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ജിമ്മൂസ് ഇവിടെ തളന്നടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ ബൈ.